ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മാറിക്കേ. മാറി നിൽക്കണോ? ഒന്ന് ഒതുങ്ങി നിൽക്കണോ? മാറേ മാറേ. നോ. Good morning, sir. Good morning, sir. Good morning, sir. Good morning and welcome everybody. സത്യത്തിൽ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി വീരകൃത്യം വിളമ്പാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഇന്നിങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ്. ബട്ട് കുറച്ചു കാലമായി നിങ്ങൾ ഓരോരുത്തരും വാശി വെച്ച് എഴുതി കൂട്ടുന്നു ഇവിടെ പോലീസും സ്മഗ്ലേഴ്സും ഹാൻഡ് ഇൻ ഗ്ലൗ ആണെന്ന്, പോലീസുകാരൊക്കെ കള്ളക്കടത്തുകാരുടെ വാലാട്ടികളാണെന്ന്. അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഇന്ന് ഇത് കാണാൻ നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്. തലപ്പത്തിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് വാലാട്ടുമ്പോ പിന്നെ താഴെ ഇരിക്കുന്ന നിങ്ങൾക്കും വാലാട്ടത് നിവൃത്തിയുണ്ടോ മിസ്റ്റർ ഭരത്ചന്ദ്രൻ? പൊളിറ്റീഷ്യൻസ് എവിടൊക്കെയാണ് വാലാട്ടുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് നിങ്ങൾ പത്രക്കാർക്കല്ലേ. സോ വൈ ഡോണ്ട് യു റൈറ്റ്? ഡീറ്റെയിൽസ് ഞാൻ തരാം. ധൈര്യം ഉണ്ടെങ്കിൽ കള്ളക്കടത്തുകാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും പിറകെ വാലാട്ടി നടക്കുന്ന നേതാക്കന്മാരുടെ പേരും വിവരങ്ങളും ജീവചരിത്രവും മുതലാളിമാരുടെ കണ്ണു വെട്ടിച്ച് പത്രത്തിലൊന്ന് കൊടുത്തു നോക്കണം. പിറ്റേന്ന് ഇരിക്കുന്ന കസേര അടക്കം തൂക്കിയെടുത്ത് കൽക്കട്ടയിലേക്കോ ആസാമിലേക്കോ എറിഞ്ഞുകളയും മുതലാളിമാര്. അല്ല, നിങ്ങൾ വേട്ടയ്ക്ക് പോയപ്പോ കസ്റ്റംസുകാരെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന ഒരു പരാതി ഉണ്ടല്ലോ. ഇപ്പൊ പോലീസിന് വിവരം തന്നവർ തന്നെ മുമ്പ് 3 തവണ കസ്റ്റംസിന് ടിപ്പ് കൊടുത്തതാണ്. കളിച്ചതാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ 3 തവണയും വല പൊട്ടി. സർ, ഗസ്റ്റ് ഹൗസിൽ നിന്ന് IG ബാലേന്ദ്രൻ, ലൈൻ ഹോൾഡിംഗ്. സർ, ഗുഡ് മോർണിംഗ്. ഭരതാണ്. ഡെറ്റർജന്റ്? സർ, സോറി, കോൾ ഫ്രം ദ ടോപ്പ്. ബോബി, നോ സോഡ, എനിക്ക് ഓൺ ദ റോക്സ് മതി. യെസ്, കം ഇൻ. കൺഗ്രാറ്റുലേഷൻസ് ഭരത്ചന്ദ്രൻ. താങ്ക് യു സർ. വേണോ നിനക്ക്? പിടിച്ചെടുത്തതെല്ലാം കൂടെ 5.5 കോടിയോളം വരും അല്ലേ? സർ. ഗുഡ്. പിന്നെ പതിവ് തെറ്റിച്ചിട്ടില്ല നീ. ഇന്നലത്തെ നിന്റെ പരിപാടിയുടെ പേരിൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു 3 കംപ്ലൈൻസ്. 1 കസ്റ്റംസ്, 1 പിന്നെ സാരമില്ല, പിന്നെ ഒരെണ്ണം റൂറൽ SP ബോബി വക അല്ലേടോ. ഒരു ഓപ്പറേഷന് റൂറൽ ലിമിറ്റിൽ കയറുമ്പോ ഇയാളെ കൂടെ ഒന്ന് വിളിച്ചുകൂടെ നിനക്ക്? പിന്നെ ഒറ്റയ്ക്ക് പോയി സ്വർണ്ണവേട്ട നടത്തിയെന്ന് ഞെളിയാൻ പറ്റിയല്ലേ? ഭരത് സർ, ഈ പരമനാറിയ ഞാൻ വേണ്ട. സോറി സർ, ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞതായി റാസ്കലിനോട് ഫ്രീ ആയിരിക്കണമെന്ന്. അപ്പൊ അവനേതാണ്ട് TV-ക്കാർ വരുന്നുണ്ട്, പാട്ടിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞിട്ടിപ്പോ. അല്ലേലും ഞാൻ അസൂയ സാറേ, ഞാൻ ഷൈൻ ചെയ്യുന്ന കണ്ടിട്ട്. ചെറ്റേ, അവന്റെ ഒരു ഷൈനിങ്. 4 അണയ്ക്ക് വകയില്ലാത്ത 4-ാം തരം വേശ്യകളെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ട് അവർക്കൊപ്പം നിന്ന് നീ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുന്ന കണ്ടിട്ടാണോടാ എനിക്ക് അസൂയ? അതോ കോളേജിന്റെ വാതിക്കൽ പെമ്പിള്ളരെ ഒന്ന് നോക്കിപ്പോയി എന്നും പറഞ്ഞ് ഇത്തിരി ഇല്ലാത്ത ആമ്പിള്ളരെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് ചെണ്ട കൊട്ടി തെരുവ് നീളം നടത്തിക്കുന്ന നിന്റെ ചീപ്നെസ് കണ്ടിട്ടോ? സർ, സർ, ഇവൻ ആരാ? പെറ്റി കേസിൽ പെടുന്നവരെ പിടിച്ച് മൊട്ടയടിപ്പിച്ച് നടത്താൻ സ്റ്റേറ്റ് പോലീസിലെ ക്ഷവരക്കാരന്? അതോ തുക്ലക്കോ? ഭരത്, സ്റ്റോപ്പ് ഇറ്റ്. ബോബി, താൻ അപ്പുറത്തുണ്ടാവണം, ഞാൻ വിളിക്കാം. സാർ, ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് നീ. ഈ പോലീസ് ഉദ്യോഗത്തിനും ആകാം ഇടയ്ക്കൽപ്പ റെസ്റ്റൊക്കെ. സാറിന് എന്നോട് ഗൗരവമായിട്ട് എന്തോ പറയാനുണ്ടല്ലേ? വൈ? അല്ലല്ല, ഈ വളച്ചു കെട്ടിയുള്ള തുടക്കം. യെസ്, 3 ദിവസമായി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. കേന്ദ്രമന്ത്രി ചതുർവേദിയുടെ മകനും ഭാര്യയ്ക്കും അവിടെ അമ്മയുടെ നായർക്കും ഗുരുവായൂർ തുലാഭാരം. അവർക്കും വേണം ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി. വടക്കുള്ളവും പൂണൂലിട്ട് വന്ന് ഇറങ്ങുമ്പോ തെക്കുള്ളവും മേമുണ്ടഴിച്ച് അരേക്കെട്ടി ഓച്ചാനിച്ചു പിടിച്ച് നിന്നല്ലേ പറ്റൂ. നിന്നു കൊടുത്തു. ഒടുവിൽ അവരെ കൊണ്ട് ഹെലികോപ്റ്റർ പണ്ടാരമടക്കിയിട്ട് രാത്രിയിലെ പാതിരായിക്ക് രാമനിലയത്തിൽ വന്നൊന്ന് കണ്ണ് മിഞ്ചിയപ്പോഴാ തിരുവനന്തപുരത്തുനിന്ന് ഹോം മിനിസ്റ്ററുടെ ഇമ്പോർട്ടന്റ് കാൾ നിന്നെ വന്ന് കാണാൻ, മെരുക്കിയെടുക്കാൻ. കുഞ്ഞുമൊയ്തീൻ സാഹിബിനോട്. സാഹിബിന് ഇങ്ങോട്ട് പോരാ. വെളുപ്പിന് കോവളത്ത്
ഭരണമുന്നണിയുടെ അഖണ്ഡ ലേസൺ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴാ നീ സ്വർണം പിടിച്ച വിവരം അങ്ങ് എത്തിയത്. അപ്പൊ തന്നെ സാഹിബിന്റെ പാർട്ടിയുടെ നേതാക്കന്മാര് ഹോം മിനിസ്റ്ററെ കയറി വട്ടം പിടിച്ചു. ഈ സാഹിബിന് പാർട്ടിയിലുള്ള ഹോൾഡ് അറിയാമല്ലോ നിനക്ക്. ആ, അതെ, ഈ സാഹിബിന്റെ വളരെ വേണ്ടപ്പെട്ട അറിയാം. സാഹിബിന്റെ മൂന്നാം കെട്ടിലെ ബീവിയുടെ ആങ്ങളയുടെ അമ്മായിയപ്പൻ. തത്വത്തിൽ അയാളുടെതാണ് ഈ പിടിച്ചെടുത്ത സ്വർണം. ബന്ധുന്ന് മാത്രമല്ല കമ്മീഷണറെ, കാശായിട്ടും പണമായിട്ടും ഓം വലിയൊരു സഹായക്കാരനാണ് നമ്മുടെ പാർട്ടിക്ക്. ഞമ്മടെ പാർട്ടി അല്ല മിസ്റ്റർ, നിങ്ങളുടെ പാർട്ടി. എനിക്കൊരുത്തന്റെ പാർട്ടി സീറ്റില്ല. പ്ലീസ്, ഐ വിൽ ടോക്ക് ടു ഹിം. അദ്ദേഹം സംസാരിച്ചോളാം. ആ വെറുതെ തലസ്ഥാനത്തു നിന്നുള്ള തീരുമാനം ഇതാണ്. തൽക്കാലം നീ കേസ് വിടുന്നു. സർ, ഐ മീൻ അന്വേഷണം റൂറൽ എസ് പിക്ക് കൈമാറുന്നു. ബട്ട് സർ വൈ? ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? കൃത്യാന്തര ബാഹുല്യം. സിറ്റി പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് ഇപ്പൊ തന്നെ നിനക്ക് പിടിപ്പതിലധികം ജോലിയുണ്ട്. അത് പരിഗണിച്ചിട്ടാണ് സർക്കാർ ബുൾഷിറ്റ്. ഓലക്കയുടെ മൂട്. തൽക്കാലം നീ ഇതിന് വഴങ്ങിയേ പറ്റൂ. നോ. ഓം ബൈലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ബാടയ്ക്കും എന്നെ. കമ്മീഷണറെ, ഈ കോഴിക്കോട്ട് പട്ടണത്തിന്റെ ഉള്ളില് നമ്മളിതാ ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് അതിന്റെ അകത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും മുള്ളാൻ പറയാൻ മുള്ളുകയും ചെയ്യാൻ വയ്യാത്ത ബലാലാണെങ്കിൽ പിന്നെ നിങ്ങൾ പായും തലേണയും പൊയിഞ്ഞോളിയും കൊണ്ടാ. അതിനുള്ള ഉറപ്പും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് തലസ്ഥാനത്തുനിന്ന്. എടോ സാഹിബേ, താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കി ഉണ്ടല്ലോ ട്രാൻസ്ഫർ, ഇതാ എനിക്ക് മനസ്സിലായ രോമം. ഭരത്, സ്റ്റോപ്പ് ഇറ്റ്. സർ, കഴിഞ്ഞ ഗവൺമെന്റ് വക 3 സസ്പെൻഷൻ, 5 വർഷത്തിനുള്ളിൽ 33 ട്രാൻസ്ഫർ. ഇവരുടെ സർക്കാർ വക 2.5 വർഷം കൊണ്ട് 12 ട്രാൻസ്ഫർ. ഇനി എവിടേക്കാണ് സർ? ഗവർണത്തേക്കോ അതോ ശൂന്യാകാശത്തേക്കോ? എവിടേക്കായാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ സർ. But I won't stand any sinister deal being shoved up my ass by any of these rotten bastards. എന്താടാവും പറയണത്? തന്റെ മറ്റേ പോടാ ചെറ്റേ. സാഹിബേ, ദയവ് ചെയ്ത് ഇപ്പൊ പോണം, ഞാൻ വിളിപ്പിക്കാം. പറയണ്ട. ഇരിക്കവിടെ. എത്ര ദിവസമായിടാ നീ കോഴിക്കോട് ചാർജ് എടുത്തിട്ട്? 37. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യു ആർ ബീങ് ഷിഫ്റ്റഡ്. മാറ്റം എങ്ങോട്ടേക്കെന്നൊരു തീരുമാനം പറയാറായിട്ടില്ല. അതുവരെ നീ ലീവിൽ തന്നെ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം നീ സാഹിബിനെ പിണക്കിയാല് സർക്കാരിന് തലവേദനയാകും. ഞാനും പറഞ്ഞല്ലോ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എ ഷിറ്റ്. Come on, have it. കുടിക്കാം. ഇപ്പൊ നീ ഡ്യൂട്ടിയിലല്ല. ഐ ആം റിയലി സോറി ഭരത്. നിനക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള ഡേർട്ടി ജോബ്സ് ഒക്കെ ഇപ്പൊ മുകളിൽ നിന്ന് എടുത്ത് തട്ടുന്ന എന്റെ തലയിലേക്കാ. വന്ന് വന്ന് ഞാനിപ്പോ പോലീസാണോ പൊളിറ്റീഷ്യനാണോ എന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാതായിരിക്കും. രണ്ടുമല്ല സർ, ഇത് രണ്ടുമാകാൻ കഴിയാത്ത വെറും ശിഖണ്ണി, നപുംസകം. മതിയടാ. പോരാ. എന്നിട്ടും ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ സർ? ബഹുമാനം കൊണ്ടല്ല. സർവീസിൽ കയറിയ അന്ന് മുതൽ ഇന്നോളം എന്നെ തള്ളിപ്പറഞ്ഞവർക്കിടയിൽ നിന്ന് നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള കടപ്പാട് കൊണ്ട്. ടേക്ക് ഇറ്റ് ഈസി മൈ ബോയ്. ദാ ഇത്രയൊക്കെ നരച്ചു കഴിഞ്ഞാല് നീയും എന്നെ പോലൊക്കെ ആവും. വഴങ്ങിക്കൊടുക്കും, നോ ഡൗട്ട്. ഈ ശരീരത്തിലെ അവസാനത്തെ രോമം വരെ നരച്ചാലും എന്നെ കിട്ടില്ല സാർ ഇവന്റെയൊക്കെ എടുത്തു വെച്ച് കൊടുക്കാൻ. യു ഷട്ട് യുവർ ഇത്രയും കാലം രാഷ്ട്രീയക്കാരെടുത്തിട്ട് ചവിട്ടി തേച്ചിട്ടും ഒരണുപോലും കുറയുന്നില്ലല്ലോടാ നിന്റെ ഈ വാശി. ഐ എം ടേക്കൺ അബാക്ക്. എന്താടാ നീ ഇങ്ങനെ? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്. വാട്ട്? തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട്